നമസ്കാരം. ഞാൻ ഡോക്ടർ ജോൻ ഫെലിസിറ്റ സാംസൺ, പ്രൊഫസർ, കാരക്കോണം മെഡിക്കൽ കോളേജ്, ഡോക്ടർ SMCSI മെഡിക്കൽ കോളേജ്, കാരക്കോണം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മുടി കൊഴിച്ചിൽ. ആരോട് ചോദിച്ചാലും എല്ലാവരുടെയും ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുന്ന ഒരു കാര്യമാണ് മുടി കൊഴിച്ചിൽ. അത് ഏറ്റവും അധികം കണ്ടത് ആ കോവിഡ് കഴിഞ്ഞ ഉടനെ ആയിരുന്നു. എല്ലാവർക്കും കോവിഡ് വന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം കാര്യമായി ഒരു മുടി കൊഴിച്ചിൽ ഉണ്ടായിരുന്നു. മുടി കൊഴിച്ചിൽ പല രീതിയിലാവാം. അതായത് ഞങ്ങൾ ഡിഫ്യൂസ് എന്ന് പറയും, പല സ്ഥലത്തു നിന്നും മുടി അങ്ങ് കൊഴിയുക, അല്ലെങ്കിൽ ഫോക്കൽ, ചില സ്ഥലങ്ങളിൽ മാത്രമായി മുടി കൊഴിയുക. അപ്പം ഫോക്കൽ ആദ്യം സംസാരിച്ചിട്ട് നമുക്ക് ഡിഫ്യൂസിലേക്ക് പോകാം. ഫോക്കലായിട്ട്, അതായത് ഒരു സ്ഥലത്ത് മാത്രം അല്ലെങ്കിൽ രണ്ട് സ്ഥലത്ത് മാത്രം മുടി കൊഴിയുന്നത് നമ്മളെ പേടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. പലപ്പോഴും മുടി വെട്ടാൻ പോകുമ്പം അവരായിരിക്കും കണ്ടുപിടിക്കുന്നത് ആണുങ്ങളിൽ. അപ്പോൾ അത് നമ്മളതിനെ അലോപേഷ്യ ഏറിയേറ്റ എന്നാണ്, അതാണ് കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യം. അലോപേഷ്യ ഏറിയേറ്റ എന്നാണ് പറയുന്നത്. അത് 1-2 പാടുകളാണെങ്കിലും നമ്മളൊന്ന് ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും വേറെ അസുഖങ്ങളുണ്ടോ, പലപ്പോഴും കാണാറില്ല, എന്നാലും ചെയ്ത് നോക്കി അതിന് ആവശ്യമായ ചികിത്സ എടുക്കുന്നതാണ് അലോപേഷ്യ ഏറിയേറ്റയ്ക്ക് ചെയ്യുന്നത്. ഈ അലോപേഷ്യ ഏറിയേറ്റ എന്താണെന്ന് മനസ്സിലാക്കാനാണെങ്കിൽ നമ്മുടെ തന്നെ ബ്ലഡിൽ കുറേ സെൽസ് ഉണ്ട്. എല്ലാവർക്കും അറിയാം, ഏതെങ്കിലും ഒരു ഇൻഫെക്ഷനോ അസുഖങ്ങളോ വന്നാൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സെൽസ്, അവ ഓട്ടോ ഇമ്മ്യൂണായിട്ട് തെറ്റി നമ്മുടെ മുടിക്കെതിരെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആ ഏരിയയിൽ മാത്രമായിട്ട് മുടി കൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് പലതരം ചികിത്സകളുണ്ട്. അതൊരു ഡോക്ടറെ സമീപിച്ച് പെട്ടെന്ന് ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു അസുഖമാണ്. ഇനി ഫംഗൽ ഇൻഫെക്ഷൻ വരാം. തലയിൽ ഇതുപോലെ പല സ്ഥലങ്ങളിലായിട്ട് മുടി കൊഴിഞ്ഞു പോകുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അത് പക്ഷേ കേരളം പോലത്തെ സ്ഥലങ്ങളിൽ നമ്മളത്ര കോമൺ ആയിട്ട് കാണാറില്ല. നോർത്ത് ഇന്ത്യയിലാണ് അത് അധികം കാണുന്നത്. ഇനി നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമായ ഡിഫ്യൂസ് ഹെയർ ലോസ്, അത് പലരും ആരോട് ചോദിച്ചാലും എന്നും എനിക്ക് മുടി കൊഴിച്ചിലാണെന്ന് പറയാറുണ്ട്. അതിന് പല കാരണങ്ങൾ കാണാം. കുറേ കാലമായി എന്നും മുടി കൊഴിച്ചിലുള്ള ഒരാൾ വരുമ്പോൾ നമ്മൾ സാധാരണ ബ്ലഡിൻ്റെ ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. അതായത് നമ്മൾ സാധാരണ കണ്ടു കാണുന്നത് രക്തക്കുറവ്, ഹീമോഗ്ലോബിൻ കുറവ്, അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ വ്യത്യാസം, അല്ലെങ്കിൽ വൈറ്റമിൻ D ലെവൽസ് ബ്ലഡിൽ കുറയുക. ഈ കാര്യങ്ങളാണ് ഏറ്റവും കോമൺ ആയിട്ട്. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഈ 3 ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ആദ്യം ബ്ലഡ് നോക്കി എന്തെങ്കിലും ആ വക കുറവുകളുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി അത് ചികിത്സിക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം ഉണ്ടാകും. പിന്നെ ഹെയർ ഗ്രോത്ത് സീറംസ് അവൈലബിൾ ആണ്. അത് നമുക്ക് ഉപയോഗിക്കാം. ഹെയർ ഗ്രോത്തിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നല്ലൊരു മുടി വേണമെങ്കിൽ പ്രോട്ടീൻ ഡയറ്റ് വേണം. അപ്പോൾ മുട്ട, പയറ്, പരിപ്പ്, പാല്, മീൻ, ഇറച്ചി അതുപോലത്തെ സാധനങ്ങൾ ഉപയോഗിക്കുക. ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, അപ്പം വിറ്റമിൻസ് എല്ലാം അതിൽ നിന്ന് കിട്ടും. ഒരു ഹെൽത്തി ഹെയറിന് ധാരാളം അവ ഉപയോഗിക്കേണ്ടതാണ്. പിന്നെ ആണുങ്ങളിൽ കാണുന്ന ഒരു ഇതാണ് കഷണ്ടി, ആൻഡ്രോജെനറ്റിക് അലോപേഷ്യ. അത് പലപ്പോഴും ഫെമിലിയലാണ്, കുടുംബത്തിൽ കാണാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ നമുക്ക് 20-18 വയസ്സിൽ പോലും ആണുങ്ങൾ ഈ കഷണ്ടി പ്രശ്നമായി വരാറുണ്ട്. അപ്പോൾ അതിന് വളരെയധികം ചികിത്സകൾ, ഹെയർ ട്രാൻസ്പ്ലാന്റ് മറ്റുമെല്ലാം ഉണ്ട്. പക്ഷേ അതിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ആദ്യമേ അത് കണ്ടുപിടിക്കുകയും അതിന് ആവശ്യമായുള്ള ചികിത്സകൾ എടുക്കുകയും ചെയ്താൽ, അതിന് എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരു മിനോക്സിഡിൽ എന്നും പറഞ്ഞൊരു ലോഷനുണ്ട്. അത് 2 നേരം വെച്ച്, അതിന് പെർസെൻറ്റേജൊക്കെ ഡിഫറെൻ്റ് ആണ്. ആണുങ്ങൾക്ക് ഒരു പെർസെൻറ്റേജ്, പെണ്ണുങ്ങൾക്ക് വേറെ പെർസെൻറ്റേജ്. മിനോക്സിഡിലിൻ്റെ കൂടെ പല വേറെ മരുന്നുകൾ ആഡ് ചെയ്ത് അതിൻ്റെ ഇഫക്റ്റ് കൂട്ടാനായിട്ടുമുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് റെഗുലറായിട്ട് 3 months മോർണിംഗ് ആൻഡ് ഈവനിങ്, രാവിലെയും വൈകുന്നേരവും ഉപയോഗിക്കുകയും പിന്നെ പതുക്കെ അത് ദിവസം ഒരു നേരം ആക്കി കണ്ടിന്യൂസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അത്രയും കാലഘട്ടമേ ഗുണമുള്ളൂ. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹമുള്ളവർ അത് തുടങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ തീരെ നിവൃത്തിയിട്ടാൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് അതുപോലെ മറ്റ് പല പരിപാടികളിലേക്കും പോവാം. താങ്ക് യു.